രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ നവദമ്പതികളായ ആശിഷും അഞ്ജുവും നടക്കാൻ പോകുന്നു. പെട്ടെന്നൊരു വാഹനം അവരെ ഇടിച്ചു തെറിപ്പിച്ചു. അഞ്ജു ബോധരഹിതയായി. ആശിഷ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. അഞ്ജുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. എന്നാൽ അന്വേഷണം ഒരു ഘട്ടം പിന്നിട്ടതോടെ കാര്യങ്ങളെല്ലാം തല കീഴായി മറിഞ്ഞു. അഞ്ജു, കാമുകൻ സഞ്ജു, മറ്റ് 2 സുഹൃത്തുക്കൾ, 4-അംഗ സംഘത്തിന്റെ പ്ലാനാണ് നടപ്പിലായത്. രാജസ്ഥാനിലെ ഹണിമൂൺ കൊലപാതകമെന്ന് പോലീസ് ഇതിനെ വിളിച്ചിരിക്കുന്നു. മേഘാലയയിൽ സോനം രഘുവൻഷി എന്ന സ്ത്രീ ഹണിമൂണിനിടെ ഭർത്താവ് രാജ രഘുവൻഷിയെ കൊന്നതുമായി ബന്ധപ്പെട്ട് സമാനതകളേറെയുള്ളതിനാൽ ഹണിമൂൺ മർഡർ 2.0 എന്ന വിളിപ്പേരിലേക്ക് ഇപ്പോഴത്തെ അരും കൊല മാറിയിരിക്കുന്നു. ജനുവരി 30-നാണ് രാത്രി 9 മണിയോടെ ദമ്പതികൾ അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്ന വിവരം ലഭിച്ചതെന്ന് ശ്രീഗംഗാനഗർ പോലീസ് സൂപ്രണ്ടന്റ് അമൃത ദുഹാൻ പറഞ്ഞു. ദമ്പതികളെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിക്കുമ്പോൾ തന്നെ ആശിഷിന് ജീവനില്ലായിരുന്നു. 23-കാരിയായ അഞ്ജു പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെ: താനും ഭർത്താവും നടക്കാനിറങ്ങിയതാണ്. ഇതിനിടെ ഒരു അജ്ഞാത വാഹനം ഞങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. തന്റെ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അന്വേഷണത്തിനിടെ തോന്നിയ ചില സംശയങ്ങളാണ് വഴിത്തിരിവായത്. പോലീസ് ചോദിച്ച ചില കാര്യങ്ങളും അഞ്ജു പറഞ്ഞ സാക്ഷിമൊഴികളും തമ്മിൽ പരസ്പരം ചേർന്നില്ല. ആശിഷിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. മെഡിക്കൽ പരിശോധനയിൽ ആശിഷ് കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞു. അഞ്ജുവിനാണെങ്കിൽ സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നതുമില്ല. അഞ്ജു വീടിനടുത്തുള്ള സഞ്ജു എന്ന യുവാവുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ഇതിനിടെ പോലീസിന് മനസ്സിലായി. 3 മാസം മുൻപാണ് അഞ്ജുവും ആശിഷും വിവാഹിതരായത്. എന്നാൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില കാരണങ്ങളാൽ അഞ്ജു തന്റെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ വെച്ച് പണ്ട് പ്രണയത്തിലായിരുന്ന സഞ്ജുവുമായി അഞ്ജു വീണ്ടും അടുപ്പത്തിലായി. ഈ ഘട്ടത്തിലാണ് കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കപ്പെട്ടത്. തുടർന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങിയ അഞ്ജു ആശിഷുമൊത്ത് ജനുവരി 30-ന് നടക്കാനിറങ്ങുന്നു. ആളൊഴിഞ്ഞ റോഡിലേക്കാണ് അഞ്ജു ആശിഷിനെ കൊണ്ടുപോയത്. സഞ്ജുവും കൂട്ടാളികളായ രോഹിത്തും സിദ്ധാർത്ഥും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് സംഘം ആശിഷിനെ ക്രൂരമായി ആക്രമിച്ചു. ശേഷം കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. പിന്നാലെയാണ് റോഡപകടത്തിന്റെ കഥ എല്ലാവരെയും അറിയിച്ചത്. അഞ്ജു തന്റെ ഫോണും ആഭരണങ്ങളുമെല്ലാം സഞ്ജുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ശേഷമാണ് മോഷണക്കഥയും പറഞ്ഞു പരത്തിയത്. ആളുകൾ എത്തും വരെ അഞ്ജു അബോധാവസ്ഥ അഭിനയിക്കുകയും ചെയ്തു. ആശിഷിന്റെ ശരീരത്തിലെ മുറിവുകളിൽ പോലീസിനുണ്ടായ സംശയം ഒന്നു മാത്രമാണ് ഗൂഢാലോചന പുറത്തുവരാൻ കാരണമായത്. മെയ് മാസത്തിൽ നടന്ന വിവാഹത്തിനു ശേഷം രഘുവൻഷിയും സോനവും ഹണിമൂണിനായി മേഘാലയയിലേക്ക് പോയിരുന്നു. 12 ദിവസത്തിനു ശേഷം ഒരു കാട്ടിൽ നിന്നാണ് രഘുവൻഷിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവാഹത്തിന് 4 ദിവസത്തിനു ശേഷം വിവാഹാനന്തര ചടങ്ങുകൾക്കായി മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സോനം കാമുകൻ രാജ് കുശ്വാഹയുമായി ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. യാത്രയിലുടനീളം സോനം ലൊക്കേഷൻ രാജിന് നിരന്തരം അയച്ചു കൊടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തി. 3 വാടക കൊലയാളികളോടൊപ്പം കാമുകന്മാരെയും പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇതാണ് മേഘാലയ ഹണിമൂൺ കൊലപാതകം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.